ബീറ്റ് ഫോറസ്റ്റിൻ്റെ ഹോൾ ടിക്കറ്റ് ഇന്നലെ തന്നെ എല്ലാവർക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ കയ്യിലുള്ളത് 9 ഡേയ്സ് മാത്രമാണ്. അപ്പോൾ ഈ 9 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഇതാ പറയുന്നതിനിടയ്ക്ക് നമ്മുടെ മുന്നിൽ നിന്ന് പോകും. ഒന്നും പഠിക്കാതെ പോകുന്നതിലും നല്ലത് എന്തേലും പഠിച്ചിട്ട് പോകുന്നതല്ലേ. അപ്പോൾ ഈ 9 ഡേയ്സ് കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി സിലബസ് കവർ ചെയ്ത് പഠിക്കലൊന്നും നടക്കുന്ന കാര്യമല്ല. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എടുത്തിട്ട് പഠിക്കാൻ പറ്റും. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലും അല്ലാതെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്, ഇത് ബീറ്റ് ഫോറസ്റ്റിന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കാണ്. നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് 20 മാർക്കാണ് ഉള്ളത്. സ്പെഷ്യൽ ടോപ്പിക്കിന് 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. 20 അല്ലെങ്കിൽ ഒരു 18 മാർക്കെങ്കിലും നമുക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് സ്കോർ ചെയ്താൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പകുതി ഒരു ടാസ്ക് തീർന്നു. ഇനിയുള്ള ടൈം നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വാങ്ങിച്ച ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടാലൻറ്റിൻ്റെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ മുഴുവൻ സ്പെഷ്യൽ ടോപ്പിക്കും അതിൻ്റെ സിലബസ് ഉള്ള ഒരു ടെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫോറസ്റ്റ് ഉണ്ട്, വൈൽഡ് ലൈഫ് ഉണ്ട്, കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഇതെല്ലാം ഉണ്ട്. ടെക്സ്റ്റ് വാങ്ങാൻ പറ്റാത്തവർക്ക് നമുക്ക് ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ്. ഒരുപാട് ഓൺലൈൻ ക്ലാസ് ഞാൻ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫോറസ്റ്റിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫോറസ്റ്റ് എന്തുവാണെന്നും അതിൻ്റെ വൈൽഡ് ലൈഫ് എന്താണെന്നും അതിൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്ത് പറയേണ്ടതൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഇതൊക്കെ പെട്ടെന്ന് തീരുമോ എന്നൊക്കെ. പക്ഷെ തീരും. കാരണം പെട്ടെന്ന് തീരാൻ പറ്റുന്നൊരു സാധനം തന്നെയാണിത്. നമുക്ക് വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കില്ല. അപ്പോൾ അതുപോലെ നമുക്ക് വേണമെന്ന് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ നല്ലപോലെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തീർക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഞാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പത്തനംതിട്ടയാണ് വെച്ചത്. പത്തനംതിട്ടയിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട്. പിന്നെ കൊല്ലം ആണെങ്കിലും കൊല്ലം വെക്കാനായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ വേക്കൻസിയൊക്കെ കുറവാണ്, 22 അങ്ങനെ പറഞ്ഞാലും എല്ലായിടത്തും കോമ്പറ്റീഷൻ ഉണ്ട്. നമ്മളെപ്പോഴും 1ാം റാങ്കിന് വേണ്ടി പഠിച്ചാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ എത്തിത്തീരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് എക്സൈസും വരുന്നുണ്ട്. നമുക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ ഫോറസ്റ്റിൻ്റെ നിർവചനം, പിന്നെ വനങ്ങൾ കൊണ്ടുള്ള പ്രത്യക്ഷവും പരോക്ഷവുമായ നേട്ടങ്ങൾ, പിന്നെ അടുത്തത് ഫോറസ്റ്റ് ടൈപ്പ് ഓഫ് ഇന്ത്യ ആൻഡ് കേരള, അതായത് ഇന്ത്യയിലെ വനങ്ങൾ, വനവും വന്യജീവി സമ്പത്തും, ദേശീയ വനനയം, വനമഹോത്സവം, കേരളത്തിലെ വനങ്ങൾ, കേരളത്തിലെ വിവിധതരം വനങ്ങൾ, റിസർവ് വനം, വനം ഡിവിഷൻ, ഹരിത പദ്ധതികൾ. പിന്നെ ഫോറസ്റ്റ് ഡൈവേഴ്സിറ്റിക്കകത്ത് പഠിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ ജൈവവൈവിധ്യത്തിൻ്റെ മാതൃകകൾ, ഇക്കണോമിക്സ് ഓഫ് ഇക്കോസിസ്റ്റംസ് ആൻഡ് ബയോഡൈവേഴ്സിറ്റി TEEB എന്ന് പറയും. പിന്നെ ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട്. പശ്ചിമഘട്ടം എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നതാണ് ചരിത്രവും പ്രാധാന്യവും. അതായത് പശ്ചിമഘട്ട സവിശേഷതകൾ, പശ്ചിമഘട്ട സമിതികൾ, വനങ്ങളുടെ സ്ഥിതി, ലോകം, പരിസ്ഥിതി വനത്തിന് പ്രമേയങ്ങൾ, പിന്നെ നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഇൻ ഫോറസ്ട്രി. അപ്പോൾ ഓരോന്നിനെ പറ്റിയും കൊടുത്തിട്ടുണ്ട്. അതായത് യുണൈറ്റഡ് നേഷൻ എൻവയൺമെൻറ്റ് പ്രോഗ്രാം എന്താണെന്നും, വേൾഡ് നേച്ചർ ഓർഗനൈസേഷൻ, കമ്മ്യൂണിറ്റി ഫോറസ്ട്രി ഇൻ്റർനാഷണൽ, അപ്പോൾ അങ്ങനെ കുറേ, ഗ്രീൻ പീസ്, പിന്നെന്താ ലോബയാൻ, ഗ്രീൻ ക്രോസ് ഇൻ്റർനാഷണൽ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഫോറസ്ട്രി എന്ന് പറയുന്ന സിലബസിനകത്തെ ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ലപോലെ പഠിക്കാനുള്ള ടോപ്പിക്കാണ് കേട്ടോ. പിന്നെ വൈൽഡ് ലൈഫിനകത്തും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. വൈൽഡ് ലൈഫിനകത്ത് പറയുന്നതെന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ ആൻഡ് വാല്യൂസ് ഓഫ് വൈൽഡ് ലൈഫ്, കേരളവും വന്യജീവികളും, ത്രെഡ് ഓഫ് വൈൽഡ് ലൈഫ്, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞ് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ അതിലുണ്ട്. പറ്റുന്നൊരു പുസ്തകം വാങ്ങിച്ച് വെച്ച് തന്നെ പഠിക്കുക. ഫോറസ്റ്റിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ ഫോറസ്റ്റിൻ്റെ നിർവചനം, വനം എന്താണെന്നും അതിൻ്റെ നിർവചനം എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാം, ഓൺലൈൻ ക്ലാസ് കാണുന്നവർക്ക് കാണാം, അല്ലെങ്കിൽ ടെസ്റ്റ് വെച്ച് പഠിക്കാം. എങ്ങനെയായാലും നമുക്ക് ഏറ്റവും ബെനിഫിറ്റാണ്.